മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടാസ്ക് ഓണത്തിൻ്റെതാണ്. ഓണപരിപാടികളും ഓണത്തിൻ്റെതായ ടാസ്ക്കാണ്. ബിഗ് ബോസ് വന്നിട്ട് 3 ടീമായി ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. ഈ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി ചേർന്ന് 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 3 ടീമിനും ഓരോ പേരിട്ടു. ഒന്ന് തെക്കേടത്ത്, ഒന്ന് വടക്കേടത്ത്, ഒന്ന് മൂത്തേടത്ത് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഗാർഡൻ ഏരിയയിൽ വന്നിട്ട് കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ പൂക്കളൊക്കെ എടുത്ത് ബസറടിക്കുമ്പോൾ ആ പൂക്കളിനെയൊക്കെ എല്ലാവരും ചേർന്ന് തനിത്തനി പൂക്കളം ഇടണം. 3 പൂക്കളം ഇടണം. അതിൽ 3 പൂക്കളത്തില് ജഡ്ജസ് ആരാണെന്ന് വെച്ച് പറഞ്ഞാൽ ജഡ്ജസ് ശൈത്യ, അനീഷ്, രേണുസുതിയാണ്. ഈ 3 പൂക്കളത്തിൽ ജയിച്ചത് ടീം തെക്കേടത്താണ് ജയിച്ചത്. ക്യാപ്റ്റൻസി ടാസ്ക് മത്സരത്തിൽ തെരഞ്ഞെടുത്തത് ജിസേൽ, ഒനിയൽ, അഭിലാഷിനെയാണ് തെരഞ്ഞെടുത്തത്. ബിഗ് ബോസ് ഓണസദ്യ കൊടുത്തയച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഓണസദ്യ കണ്ടപ്പോൾ എല്ലാവരും ചേർന്ന് സെർവ് ചെയ്ത് എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണസദ്യ കഴിച്ചു. എല്ലാവർക്കും അത് ഭയങ്കര തൃപ്തിയായിരുന്നു. ഓണസദ്യ കഴിച്ചതും സെർവ് ചെയ്തതും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ തൊപ്പിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ഇത് ലാസ്റ്റ് ഫൈനൽ ഘട്ടമാണ് കേട്ടോ. ഇത് എതിരാളികളുടെ ക്യാപ്പ് തൂക്കിയിടണം. ഇതാണ് ഈ ടാസ്ക്. ഇത് ക്യാപ്റ്റനായ നൂറിയും ഒനിയലുമാണ് ഇത് ചെയ്യേണ്ട ആൾക്കാര്. ഹൗസ് ക്യാപ്റ്റനായിട്ട് നെവിൻ ഉണ്ടല്ലോ. നെവിൻ വിസിലടിക്കുന്ന സമയത്ത് ഇത് ചെയ്യണം. അതില് 3 റൗണ്ട് ഉണ്ടാവും. ഇതിൽ ജയിച്ചത് വന്നിട്ട് നൂറയായിരുന്നു ജയിച്ചത്. പിന്നെ നൂറ, ബിന്നി, അഭിലാഷ് ഇവർ ഒരു ടീമാണ്. ജയിച്ച ഈ 3 സൂപ്പർ പവർ ജയിച്ചവർക്ക് 3 സൂപ്പർ പവർ കൊടുക്കും. അത് 100 തീരുമാനിക്കുക. 100ക്ക് വേണമെങ്കിൽ 3 100 യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അഭിലാഷിനോ ബിനിക്കോ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം ഇത്. അപ്പൊ അതിന്റെ റൗണ്ട് വന്നിട്ട് ഫാമിലി റൗണ്ട്, ഡയറക്റ്റ് നോമിനേഷൻ, ഇമ്മ്യൂണിറ്റിയാണ് ഇതിന്റെ ആ റൗണ്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ 3 റൗണ്ടില് ഒന്ന് മാത്രം നൂറ ബിനിക്ക് കൊടുത്തു. ഫാമിലി റൗണ്ട് ബിനിക്ക് കൊടുത്തു. അഭിലാഷിനൊന്നും കൊടുത്തില്ല. ബാക്കി 2 ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു, നൂറ പറഞ്ഞു. അപ്പൊ അഭിലാഷ് മറ്റുള്ളവരാണെങ്കിൽ അവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അഭിലാഷ് വന്നിട്ട് അത് ഭയങ്കര സ്പോർട്ടീവായി എടുത്തു. അത് അവൻ കുഴപ്പമില്ലായിരുന്നു. നമുക്കേ കാണുമ്പോൾ ഇത്ര സ്പോർട്ടീവായി എടുക്കാൻ പറ്റിയല്ലോ എന്ന് നമുക്കേ തോന്നി. ടാസ്കിൽ 3 കൊടുത്തു. പിന്നെ വേറൊരു ടാസ്ക് ഉണ്ട്. 3 കൊടുത്തു. ഒന്ന് മാവേലി, പിന്നെ വേട്ടക്കാരൻ, പുലി. പിന്നെ പണിപ്പുരി പോയിട്ട് എല്ലാവരും ഇതിന്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതിനെ അണിയിച്ചിട്ട് അപ്പൊ 3 പേരും ഓരോന്നായിട്ട് ചെയ്യണം. അതില് തെക്കേടത്ത് പറയുന്നത് ആര്യന്റെ ടീമാണ്. വടക്കേടത്ത് എന്നുള്ളത് നെവിന്റെ ടീമും മൂത്തേടത്ത് എന്നുള്ളത് ആദിലയുടെ ടീമുമാണ്. ഇതിൽ ജയിച്ചത് വന്നിട്ട് തെക്കേടത്തെ ടീമായിരുന്നു ഇതിൽ ജയിച്ചത് ഈ ടാസ്കില്. പിന്നെ പായസം ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് അവർക്ക് കൊടുത്തു. അല്ല, ആര്യൻ, അനുമോള്, സാബമൻ ഇവര് പോയി പണിപ്പുര വീട്ടിൽ പോയിട്ട് പണിപ്പുരയിൽ പോയിട്ട് ഈ പായസത്തിന്റെ തിങ്സൊക്കെ എടുത്തിട്ട് വന്നു. ആർക്ക് എന്ത് കിട്ടിയാലും അത് എടുത്തിട്ട് വന്ന് അതിനനുസരിച്ചിട്ടുള്ള പായസം ഉണ്ടാക്കണം. ഇതില് തെക്കേടത്തുള്ള ആൾക്കാരാണ് ജയിച്ചത്. അതും നന്നായിരുന്നു ആ ടാസ്ക്. പണിപ്പുര ടാസ്ക് കിട്ടിയത് വലിയ പണിയാണ് കേട്ടോ അവർക്ക് കിട്ടിയത്. അതിൽ ഒരാളിനെ സെലക്ഷൻ ചെയ്യണം. അതിൽ സീസൺ ഫുള്ളായിട്ട് ആരെയും നോമിനേഷൻ ചെയ്യാൻ പാടില്ല. ഇതാണ് ടാസ്ക്. അത് അനീഷിനെ സെലക്ഷൻ ചെയ്തു ഇവരെല്ലാവരും ചേർന്നിട്ട്. അനീഷിന് അത് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.